ഇപ്പൊ അംഗീകരിച്ചില്ലേ? അതേന്ന് മുമ്പതുണ്ടായിട്ടുണ്ടാവും, നമുക്കറിയില്ലല്ലോ. ഹിന്ദു പറഞ്ഞ വിശദീകരണത്തിൽ പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ അധിക വാക്കുകൾ ഏജൻസി PR ഏജൻസി എഴുതി കൊടുത്തതാണ് ഞങ്ങൾ പ്രസിദ്ധീകരിച്ചത് എന്നാണ് ഹിന്ദു പറഞ്ഞത്. അപ്പോൾ PR ഏജൻസി ഉണ്ട് എന്നതിനപ്പുറം മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ കൂടുതൽ എഴുതി ചേർക്കാൻ മാത്രം ശക്തിയുള്ള PR ഏജൻസികളാണോ മുഖ്യമന്ത്രി നിയന്ത്രിക്കുന്നത്? ഇതൊക്കെ നാടകല്ലേ. മുഖ്യമന്ത്രി ഈ ഇന്ററാക്ഷൻ ഇന്റർവ്യൂ കൊടുക്കുമ്പോൾ അവിടെ റെക്കോർഡിംഗ് ഉണ്ടല്ലോ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ. ഹിന്ദു അതൊന്ന് പുറത്തു വിടട്ടെ, അവിടെ റെക്കോർഡ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള. ഞാൻ വെല്ലുവിളിക്കാതെ പുറത്തു വിടാൻ ഹിന്ദു തയ്യാറുണ്ടോ? അങ്ങനെ ഇത് കട്ട് ചെയ്തുകൊണ്ടാണ് ഹിന്ദു പുറത്തു വിടുന്നെങ്കിൽ ആ CD പുറത്തു നിൽക്കാൻ തയ്യാറുണ്ടോ? ഫോറൻസിക്കിന് കൊടുക്കാലോ. ഇതിൽ വല്ല മാനിപ്പുലേഷൻ നടത്തിയിട്ടുണ്ടോ, കട്ട് ചെയ്തിട്ടുണ്ടോ, ആഡ് ചെയ്തിട്ടുണ്ടോ നോക്കാലോ. ജനങ്ങളെ സംശയം ദൂരീകരിക്കണ്ടേ ഗവൺമെന്റ്? ഇങ്ങനെ പറഞ്ഞു പോയാൽ മതിയോ? അവർ പറയുന്നത് എന്തും വിശ്വസിക്കുക, ജനങ്ങൾ മനസ്സിലാക്കുന്നത് തെറ്റാണെന്ന് അവർ പറയാതെ അംഗീകരിച്ചു കൊടുക്കുക കേരളീയ സമൂഹം. അതിപ്പോ എന്റെ പൊന്നു സുഹൃത്തെ തന്നെയല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളെ ഈ കൊണ്ടുവന്നതിനെ കുറിച്ച് ഇവർ അന്വേഷിച്ചോ? ആരിത് കൊടുത്തു വിട്ടുന്നത് പോലീസ് അന്വേഷിച്ചോ? മുഖ്യമന്ത്രി പറയുന്ന മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിച്ചോ? ഒരാളെ കണ്ടെത്തിയോ? അത് പോട്ടെ, അത് പോലീസിന് സാധിക്കില്ല, വിദേശത്ത് നിന്ന് വരുന്നതാണ്. ഇത് കൊടുക്കാൻ ആർക്ക് വേണ്ടിയാണ്? ഈ പാവപ്പെട്ട 500,000 റുപ്യക്ക് പണിയെടുക്കുന്ന റിയാലിന് പണിയെടുക്കുന്നവരാ. ഇത് വാങ്ങാൻ ഒരു ടീം അവിടെ ഉണ്ടല്ലോ, അവര് കണക്റ്റഡ് ആണല്ലോ. അങ്ങനെ ഒരാളെ അറസ്റ്റ് ചെയ്തോ, കേസിൽ ബുക്ക് ചെയ്തോ? എന്താ മുഖ്യമന്ത്രി പറയുന്നത്? ഇതിലെന്താ അടിസ്ഥാനമുള്ളത്? ഈ ഇന്റർവ്യൂല് താങ്കളൊരു ഇന്റർവ്യൂ ഞങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമ്മൾ താങ്കളെയാണ് സമീപിക്കുക. തിരിച്ച് താങ്കളൊരു PR ഏജൻസി വഴി നമ്മളെ സമീപിക്കുമ്പോൾ എന്താണ് താങ്കളുടെ അന്വേഷണം? നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും മാധ്യമ പ്രവർത്തനങ്ങൾ. ഇവിടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടി ഈ PR ഏജൻസി ഈ പത്രത്തെ സമീപിക്കുകയും അവർ ഇന്റർവ്യൂ നടത്തും. അത് ഇത് താങ്കൾ നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ പത്രങ്ങൾക്കൊന്നും കൊടുക്കാതെ ഹിന്ദുവിനെ കുറിച്ച് വലിയ ഗൂഢാലോചന. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ വലിയ ഗൂഢാലോചന തന്നെയാണോ പ്രതീക്ഷിക്കുന്നത്? അതായത് ജില്ലയിലും പ്രതി അന്വേഷണ ഏജൻസികളൊക്കെ സ്വാധീനിക്കാൻ PR ഏജൻസി അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്ന് പറയുന്നത് വലിയ ഗൂഢാലോചന ഉണ്ടോ? അല്ല, ഇത് വലിയ ഗൂഢാലോചന എന്ന് പറയുന്നത് ഇത് ശക്തമായ ഒരു ആലോചനയുടെ ഭാഗം തന്നെയാണ്. അത് ഗൂഢമായി ഇരുന്നിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിനൊക്കെ ശേഷിയുള്ളവരവിടെ ഉണ്ടല്ലോ. അവര് ഈ പറയുന്ന BJP നേതൃത്വവുമായി കൃത്യമായി ഒരു ആലോചന നടത്തി, RSS നേതൃത്വവുമായി ഒരു ആലോചന നടത്തിയിട്ട് തന്നെയാണ് ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ഇന്റർവ്യൂ മുഖ്യമന്ത്രി കൊടുത്തിട്ടുള്ളത് എന്നതിൽ കേരളത്തെ ജനങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാകുമെന്ന അഭിപ്രായം എനിക്കില്ല. ഇത് ഇത്ര വലിയൊരു വിഷയമായത് എങ്ങനെയാണ്? വൈകുന്നേരം വരെ ഇത് വിഷയമായിട്ടില്ലല്ലോ. ഹിന്ദു പത്രമാകുമ്പം കേരളത്തിൽ ഒരുവിധം ആളുകളൊന്നും ഇത് കാണുന്നില്ല. ഇനി അത് വായിക്കുന്നവർ തന്നെ ഒരു എബവ് ആവറേജ് ക്രൗഡാണ്. അതുകൊണ്ട് കേരളത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടാതെ പോകും. എന്നാലോ അവരുദ്ദേശിക്കുന്ന കേന്ദ്രങ്ങളിൽ ഡൽഹിയിൽ ഇത് അവർക്ക് എത്തിക്കാനും കഴിയും എന്നത് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ പകല് നിങ്ങൾ കാണണ്ടേ? നിങ്ങൾ ആരും അത് ചർച്ചയാക്കിയിട്ടില്ലല്ലോ. പക്ഷേ ഞാൻ കോഴിക്കോട് മാമി സമ്മേളനത്തിൽ ഈ പത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് ഇത് വിഷയമാകുന്നത്. അതുവരെ അവിടെ വിഷയമായിട്ടില്ല. അവർ കണക്കാക്കിയതും അതാണ്. ഇതങ്ങനെ മാഞ്ഞു പോകും, കേരളത്തിൽ ഇത് ശ്രദ്ധിക്കപ്പെടില്ല. പക്ഷെ അവരുടെ ഉദ്ദേശം നടക്കും ചെയ്യും. ഈ പത്രം ഹാജരാക്കേണ്ടവിടത്ത് കേന്ദ്രത്തിൽ ഹാജരാക്കി അവരുടെ കാര്യങ്ങൾ സേഫാക്കാൻ സാധിക്കുമായിരുന്നു. അത് കോഴിക്കോട് വെച്ച് ഞാൻ ആ പത്രം ഉയർത്തിപ്പിടിച്ചപ്പോഴാണ് ഈ വിഷയം കേരളീയ സമൂഹം ചർച്ച ചെയ്യപ്പെട്ടത്. അതാണ് ഇതിന്റെ അടിസ്ഥാനപരമായ വിഷയം.